ഇന്നെന്താ ഞാനൊന്ന് അടുക്കളയിൽ കയറി. നമ്മുടെ പഴയകാല ഇഞ്ചിക്കറി ഒന്നും ഉണ്ടാക്കിയണേ. ചോറിനൊപ്പം കുറച്ച് മതി കേട്ടാ, ഊണിന് വേറെ ഒന്നും വേണ്ട. ഇഞ്ചിക്കറി ഇപ്പോഴത്തെ ഫാൻസി കറിയൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ രുചി ഒരിക്കലും നാവിക്കറിയാ പിന്നെ മറക്കൂല. ആദ്യം ഇതിനുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, അത് നിങ്ങളുടെ അളവിനെടുത്തോ. ഉണക്കമുളക്, പിന്നെ പച്ചമുളകും കുറച്ച് വേപ്പില, ഒരിത്തിരി വെളുത്തുള്ളി, വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് കാണുന്നത്. പിന്നെ കുറച്ച് കടുക് വേണം, അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഈ മൺചട്ടി ആണെങ്കിലല്ലേ കറിക്കൊക്കെ ഒരു വേറെ രുചിയാണ്. ഇനി കുറച്ച് എണ്ണ ഒഴിക്കണം. ഈ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ തന്നെ അടുക്കള മുഴുവൻ ഒരു നാടൻ മണമാണ് വന്നത്. നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇനി നമുക്ക് ഇഞ്ചി ചേർക്കാം. ഈ ഇഞ്ചി ഇങ്ങനെ പതുക്കെ മുരിയണം, വേഗം ഒന്നും മുരിയരുത്. അതായത് തീ കൂട്ടിയിട്ടിട്ട് നിങ്ങൾ വേഗം അങ്ങ് കരിച്ചു കളയരുത്. നന്നായി മുരിഞ്ഞാൽ ഇഞ്ചിയുടെ കയ്പ്പ് അങ്ങ് കുറയും. അപ്പം ഇവിടെയാണ് കറിയുടെ രുചി അങ്ങ് മാറി തുടങ്ങണം. ഇഞ്ചി മുരിഞ്ഞാൽ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിക്കണം. ഈ കടുക് പൊട്ടുമ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ഉണരും. ഇപ്പോൾ ഉണക്കമുളകും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയും ഇതെല്ലാം അരിഞ്ഞ് വെച്ച സൈഡിലില്ലേ, അതെല്ലാം ചേർക്കാം. ഇതൊക്കെ നന്നായിട്ട് മൂക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്താലേ ഒരു മണം വരുള്ളൂ. ഈ മണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇഞ്ചിക്കറിയുടെ ജീവൻ. ഇപ്പോൾ വാളംപുളി പിഴിഞ്ഞ വെള്ളം അതങ്ങോട്ട് ഒഴിച്ചോ. ഇവിടെ നിന്നാണ് കറിക്ക് ആ ഒരു പുളി രുചി വരുന്നത്. നല്ല പോലെ തിള വരണം. തിള വന്നാലാണ് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നമ്മളിടുക. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അതൊക്കെ മൂപ്പിക്കാതെ ഇടുന്നത്. ഞാനിങ്ങനെ ഉണ്ടാക്കണത്. നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നിറം മാറുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇതിനിടയിലേ മുരിഞ്ഞ ഇഞ്ചിയില്ലേ, അത് നന്നായിട്ട് മുരിയണം കേട്ടോ. ഞാൻ ആ മുരിഞ്ഞ ഇഞ്ചി പൊട്ടിക്കണ ആ സീൻ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ കിട്ടണം. നല്ല കരി മുരുവന്നുണ്ടാവണം. അതെന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടാണ് പൊടിച്ചോ. ഈ ഇഞ്ചിപ്പൊടിയാണ് ശരിക്കും കറിയുടെ ഉള്ള. പൊടിച്ച ഇഞ്ചി കറിയിലോട്ട് അങ്ങ് ചേർക്കാം. എന്നിട്ട് കുറച്ച് ശർക്കര കൂടുതലിടരുത്. ചിലർക്ക് മധുരം ഇഷ്ടമുണ്ടാവും. മധുരം ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ശർക്കര കൂടുതൽ ചേർത്തോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഇഞ്ചിയുടെ കയ്പ്പും പുളിയുടെ പുളിപ്പും ശർക്കരയുടെ മധുരവും ഒരുമിച്ച് വന്നാലാണ് ശരിയായ ഇഞ്ചിക്കറി ആവണത്. പക്ഷെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇത് കാണുമ്പോൾ വെള്ളം പോലെ ഇരിക്കണ പോലെ തോന്നും, അത് വറ്റാത്തതുകൊണ്ടാണ്. നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ വെള്ളം എല്ലാം പോയി കറി പിടിച്ച് വന്നാലും നമുക്കറിയാം സംഭവം റെഡി ആയിട്ടിരുന്നു. ഇനി ഇഞ്ചിക്കറിയില്ലേ, സദ്യയിലൊക്കെ എല്ലാത്തിനും ഒരു തൊടി കറിയായിട്ടുണ്ടാവുമല്ലേ. ഇത് രുചിക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വയറിന് നല്ലതാണ്. ദഹനം ശരിയാകും, വയറുവേദന കുറയ്ക്കും. ഈ തണുപ്പുള്ള ദിവസങ്ങളിലൊക്കെ ശരീരത്തിന് നല്ല ചൂട് തരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഇഞ്ചിക്കറി വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കണത്. ചോറിനപ്പേ ഒരു സ്പൂൺ ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ മതി, ഊടിന് നല്ല സന്തോഷം വരും. ഇതാണ് കേട്ടോ നമ്മുടെ നാടൻ ഇഞ്ചിക്കറി. ഞാൻ യൂട്യൂബിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.